നമസ്കാരം ടൈറ്റൻസ്. നമസ്കാരം. നമ്മുടെ വീട്ടിൽ എല്ലാത്തിന്റെയും മേക്ക് ഓവർ നടക്കാറുണ്ട്. മോഡുലർ കിച്ചൺ, സ്മാർട്ട് ലൈറ്റ്, ബ്ലൂടൂത്ത് ഫാൻ. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നതിന് നോ അപ്ഗ്രേഡ്, നോ അറ്റൻഷൻ. നമ്മുടെ ഡസ്റ്റ്ബിൻ. ടൈറ്റൻസ്, നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഒരു സാധാരണ അടുക്കളയിൽ ഓരോ ദിവസവും 1/2 കിലോയിലേറെ ജൈവ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാറുണ്ട്. അപ്പോൾ 25 കോടി വീടുകളിൽ നിന്ന് എത്ര മാലിന്യങ്ങൾ ഉണ്ടാകും? ഒരു ഡേറ്റ അനുസരിച്ച് ഭാരതത്തിൽ ഓരോ ദിവസവും 1.25 ലക്ഷം ടൺ ജൈവ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നുണ്ട്. ഇതിന്റെ അളവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇത് ശേഖരിക്കാൻ 6 ലക്ഷം ട്രക്കുകൾ വേണം, അതും എല്ലാ ദിവസവും. പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനെ തള്ളുമ്പോഴുണ്ടാകുന്ന റിസൾട്ട് വൃത്തികേട്, ദുർഗന്ധം, ലാൻഡ്ഫിൽ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്ലോബൽ വാർമിംഗ്. ടൈറ്റൻസ്, ഇത് ദിവസേനയുള്ള മാലിന്യമല്ല, ഇത് നമ്മുടെ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന സുനാമിയാണ്. അതിലുപരി നമ്മൾ ഈ മാലിന്യത്തെ പാഴാക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രശ്നമല്ല, സുഹൃത്താണ് വേണ്ടത്. എല്ലാ വീട്ടിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. അത് ഈ മാലിന്യത്തെ വിഷമാകാൻ അനുവദിക്കാതെ മണ്ണിന് പോഷണമാക്കി മാറ്റിയാലോ? ടൈറ്റൻസ് പരിചയപ്പെടുത്തുന്നു ദോസ്ത് ബിൻ. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ടെക്നിക്കലി ഡിസൈൻ പേറ്റന്റഡ് കമ്പോസ്റ്റിംഗ് സുഹൃത്താണ്. ഇത് നിങ്ങളുടെ അടുക്കളയിലെ മാലിന്യത്തെ മണ്ണിന്റെ മൂല്യമാക്കി മാറ്റുന്നു. വെറും 14 ദിവസത്തിനകം. ശുദ്ധമായ ഹരിതപൂർണമായ ഭാവി സ്വപ്നം കാണുന്ന എല്ലാ ഭാരതീയർക്കും വേണ്ടിയുള്ളതാണിത്. അതിലും പ്രത്യേകിച്ച് മാലിന്യമെടുക്കാൻ കോർപ്പറേഷൻ ട്രക്കുകൾ വീട്ടിലേക്ക് വരാത്തവർക്ക്. പണം കൊടുത്ത് വാങ്ങിയിരുന്ന വളം ഇപ്പോൾ അടുക്കളയിലെയും റെസ്റ്റോറന്റുകളിലെ മാലിന്യങ്ങളിൽ നിന്ന് ദോസ്ത് ബിന്നിന്റെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കാം. ടൈറ്റൻസ്, ഇത് വെറും മാലിന്യങ്ങളിൽ നിന്നും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് അല്ല, ഇതൊരു തുടക്കമാണ് ഭാരതത്തിലെ എല്ലാ വീടുകളിലും ക്ലീൻ ടെക് റെവല്യൂഷന്റെ. പിന്നെ നിങ്ങൾക്ക് ഈ നിക്ഷേപത്തിലൂടെ ശക്തമായൊരു സ്വാധീനം ചെലുത്താനുള്ള ഒരു അവസരമാണിത്. നിങ്ങളുടെ കാർബൺ ഫുട് പ്രിന്റ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യക്ക് കാർബൺ ട്രേഡിങ്ങിനുള്ള ഒരു അവസരം ഒരുക്കാനും ഇതിന് സാധിക്കും. നിങ്ങളുടെ ദോസ്ത്, നമ്മുടെ എല്ലാവരുടെയും ദോസ്ത് ബിൻ. ഫാന്റാസ്റ്റിക്. ഡോക്ടർ സീമ, എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടത്, നിങ്ങൾ കോളേജിൽ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നിങ്ങൾ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു, അതേസമയം സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തവും കൊണ്ടുവരുന്നു. സോ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ആക്ച്വലി എനിക്ക് കമ്പോസ്റ്റിങ്ങിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ ഇതിനെ ബിൻ ബേസ്ഡ് പെയിന്റ് ബക്കറ്റിൽ ഹോൾസ് ഒക്കെ ഇട്ട് നോക്കുമായിരുന്നു. ഞാനതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ദുർഗന്ധം, പുഴുക്കൾ, ലീക്കേജ് പ്രോബ്ലം. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെങ്ങനെ എളുപ്പമുള്ളതാക്കാം എന്ന്. അങ്ങനെ ഞാൻ കുറെ അധികം ഡിസൈൻസ് നോക്കി, കുറെ സ്കെച്ചസ് വരച്ചു, കുറെ പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കി. എന്റെ സ്വന്തം ഡിസൈൻ ഞാൻ എല്ലാ ആഴ്ചയും വേണ്ടെന്ന് വെക്കുമായിരുന്നു, പല പ്രശ്നങ്ങൾ കാരണം. പക്ഷേ 2022 ഒരു ഡിസൈൻ വന്നു. അത് ഞാൻ 6 മാസത്തോളം ഡിസ്കാർഡ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് ദ ബെസ്റ്റ് ഫൈനൽ ഡിസൈൻ. അതിനുശേഷം ഇന്നേ വരെ ഡിസ്കാർഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാനതിന് പേറ്റന്റ് ഫയൽ ചെയ്തു. മാം, നിങ്ങളൊരു കോളേജ് പ്രൊഫസറാണ്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇൻക്യുബേഷൻ സെന്റർ നടത്തുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, പേറ്റന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ ഈ ഒരു ഇന്നോവേഷനും 24 മണിക്കൂറിൽ ഇതൊക്കെ എങ്ങനെയാ സാധ്യമാവുന്നത്? ഐ തിങ്ക് എല്ലാ വനിതകൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മൾട്ടി ടാസ്കറാണ്. ഇനി നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് പറയൂ. ടൈറ്റൻസിൽ നിന്ന് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് വേണ്ടത് 1 കോടി കമ്പനിയുടെ 3%. ഇത് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അതോ ചെറിയ കമ്പനികളിൽ ഉപയോഗിക്കാനാണോ നിങ്ങൾ വിൽക്കുന്നത്? ഇത്രയും കാലം ഞങ്ങൾ ദോസ്ത് ബിന്നുകൾ വിറ്റതിൽ നിന്നും ഞങ്ങൾക്ക് പല തലത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. വീടുകളുണ്ട്, കമ്പനികളുണ്ട്, അതുപോലെ ചില ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, കുറച്ച് ഫൗണ്ടേഷൻസും ഉണ്ട്. പിന്നെ അപ്പാർട്ട്മെന്റുകളിൽ ഫ്ലോർ വൈസ് അപ് ടു 4 to 5 വീടുകൾക്ക് ഇത് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം. ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ അവിടെ ഒന്ന് കാണിക്കണോ അതോ? ഞാൻ അങ്ങോട്ടേക്ക് വരാം. എനിക്കും അതൊന്ന് കാണണം. ഇത് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ കൂടെ ചില ആക്സസറീസ് കൊടുക്കും. അതിലൊന്ന് കൊക്കോ പീറ്റ് ബ്രിക്ക്, രണ്ടാമത്തേത് ചാർക്കോൾ, മൂന്നാമത്തേത് റീമിക്സ് പൗഡർ. റീമിക്സ് പൗഡറിൽ കമ്പോസ്റ്റിംഗ് ആരംഭിക്കാൻ ആവശ്യമുള്ള
ഇൻവിസിബിൾ മൈക്രോബ്സ് ഉണ്ട്. ഞങ്ങൾ യൂസേഴ്സിനോട് പറയും, മാലിന്യം കമ്പോസ്റ്റ് ചെയ്യാനുള്ള സൈക്കിൾ തുടങ്ങുന്നതിന് മുൻപ് റീമിക്സ് പൗഡർ മുഴുവനായി ഇതിലേക്ക് നിക്ഷേപിക്കണം. പിന്നെ കൊക്കോപീറ്റ് പൗഡറിൽ 3 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ അത് എക്സ്പാൻഡ് ആകും, 3.5 കിലോയാകും. അത് അത്രത്തോളം വർദ്ധിക്കും. പിന്നെ ഈ ചാർക്കോൾ, ഇവിടെ ഒരു ഓർഡർ അബ്സോർപ്ഷൻ സെക്ഷൻ ഉണ്ട്, അവിടെ അതിടണം. ഇവിടെ ഒരു ഒബ്സർവേഷൻ വിൻഡോ ഉണ്ട്, നിറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെയാണ് കമ്പോസ്റ്റിംഗിന്റെ സ്റ്റേജ് 1 നടക്കുന്നത്. സ്റ്റേജ് 1ലേക്ക് ഇത് പോകുമ്പോൾ ഇവിടെയാണ് ഷ്രെഡർ ഉള്ളത്. ബ്ലേഡുകൾ 2 വശത്തേക്കും തിരിയുന്നത് പോലെയാണ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാലിന്യം കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് തിങ് ഓഫ് കമ്പോസ്റ്റിംഗ് ഈസ് വേസ്റ്റിന്റെ സൈസ് ചെറുതായിരിക്കും. വലുതാണെങ്കിൽ സമയം കൂടുതൽ എടുക്കും. ഇനി ആഫ്റ്റർ സ്റ്റേജ് 1 ഇവിടെയുള്ള ഈ സ്ലൈഡർ നമ്മൾ പുഷ് ആൻഡ് പുൾ ചെയ്താൽ മേലെയുള്ളതെല്ലാം താഴേക്ക് വീഴും. മെഷീന്റെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഓരോ 6 മണിക്കൂറിനിടയ്ക്കും ഇത് 3 മിനിറ്റ് പ്രവർത്തിക്കും. ഇത് ഞങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ കാരണം യൂസർ വേസ്റ്റ് ഇടും, പക്ഷേ ഇത് മറന്നുപോകും. അപ്പോൾ ഇലക്ട്രിസിറ്റി നോൺ സ്റ്റോപ്പ് യൂസേജ് നടക്കുന്നില്ല, വെരി ഗുഡ്. കോമ്പോസ് ആയി കഴിഞ്ഞ ശേഷം അതിനെ എങ്ങനെയാണ് പുറത്തേക്ക് തള്ളുന്നത്? നമ്മൾ ഇവിടെയുള്ള ഈ സ്ലൈഡർ പുഷ് ആൻഡ് പുൾ ചെയ്യും. അപ്പോൾ അത് മുകളിൽ നിന്ന് ഈ ട്രേയിലേക്ക് വന്നു വീഴും. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഇതേ രീതിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആഴ്ചയിൽ നിങ്ങൾ ഒരു 10 കിലോ മാലിന്യം ഇതിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് 3 to 4 kg കമ്പോസ്റ്റ് കിട്ടും. നല്ല രസമുണ്ടല്ലേ, വളരെ നല്ല മെഷീന്. ഇവിടെ ഇപ്പോ 2 മോഡൽ കാണുന്നുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാൻ സാധിക്കൂ? ഞങ്ങളുടെ ഓട്ടോമാറ്റിക് ബിന്നിന്റെ പേര് ഡോസ് ബിൻ പ്രീമിയം എന്നാണ്. പക്ഷേ മുകളിലുള്ളതിൽ നിങ്ങൾക്ക് 2 ഹാൻഡിൽ കാണാൻ പറ്റും. ഇതിൽ ഷ്രെഡിംഗ് മാനുവൽ ആണ്, പിന്നെ താഴെയുള്ള ഇറേഷൻ അതും മാനുവൽ ആണ്. മാനുവലിന്റെ പ്രൈസ് എത്രയാണ്? അതിന്റെ വില 25,000 രൂപ, ഇതിന്റെ വില 35,000 രൂപ. എന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റിയും അഫോർഡബിലിറ്റിയും രണ്ടും ഉണ്ട്. മാഡം, ഈ 35,000 രൂപയുടെ മെഷീനിൽ നിന്നും നിങ്ങളുടെ ലാഭം എത്രയാണ്? സോ ഇതിൽ നമുക്ക് 50% മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആണ്. 17,000 രൂപ. 20% നമ്മുടെ ടാക്സ്, പിന്നെ ഡെലിവറി അതിനൊക്കെ ആയിട്ട് പോകും. 30% ഞങ്ങളുടെ ഗ്രോസ് മാർജിൻ ആണ്. ജൈവ മാലിന്യ വേർതിരിക്കൽ, ഹാർഡ് വേസ്റ്റ് ടു സോഫ്റ്റ് വേസ്റ്റ്, ഇത് കൈകൊണ്ട് ചെയ്യാൻ ആരും തന്നെ റെഡിയുമല്ല. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇതിനൊരു ഓട്ടോമേഷനും ഇല്ല. സൊസൈറ്റിയിലെ 6 വീട്ടുകാരും അവരുടെ വേസ്റ്റ് അതിനകത്ത് ഇട്ടിട്ട് പോകും. എല്ലുകൾ, കട്ടിയുള്ള വസ്തുക്കൾ, അതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് അതിന് ബ്ലേഡ് പൊട്ടിപ്പോകും. എന്താണ് അതിനുള്ള സൊല്യൂഷൻ? അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഡീസെൻട്രലൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപഭോക്താവിനെയും കൂടി ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതായത് ഞാൻ ഒരു ഡോസ്റ്റ് ബിൻ ഒരു കോറിഡോറിൽ വെച്ചു, ആ 5 വീടുകൾക്ക് വേണ്ടി. ഞങ്ങളുടെ ഒരു ടീമുണ്ടല്ലോ, അവര് ട്രെയിനിങ് നൽകും. ഓഫ് കോഴ്സ് തുടക്കത്തിൽ നമുക്ക് ഹൗസ് കീപ്പിംഗിന്റെ സഹായം തേടേണ്ടി വരും. ഇവരിട്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടു ജോലിക്കാരുടെ അടിയായിരിക്കും നടക്കുക അല്ലേ? അവസാനം മെഷീൻ കേടായി കിടക്കുകയും ചെയ്യും. കേടായി കിടക്കുന്ന ഈ മെഷീനിൽ നിന്നും വായുസഞ്ചാരം ഒന്നും തന്നെ ഇല്ലാതെ ദുർഗന്ധം വമിക്കാനും അത് പടരാനും തുടങ്ങും. ഇതിന്റെ സൈസ് ചെറുതായതുകൊണ്ട് നിങ്ങളുടെ യൂട്ടിലിറ്റിയിലോ ബാൽക്കണിയിലോ വെക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടായാൽ അവർക്ക് അവരുടെ ബാൽക്കണിയിൽ കൊണ്ടുപോയി വെക്കാം. നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് കാണാൻ പുതിയതാണ്. അപ്പോൾ നിങ്ങൾ കൺസ്യൂമർ എഡ്യൂക്കേഷനും കസ്റ്റമർ എഡ്യൂക്കേഷനും എന്താണ് ചെയ്യുന്നത്? സോ ആൾക്കാർക്ക് അത് മനസ്സിലാകും. എനിക്ക് കുറെ സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ട്. അതിൽ ഞങ്ങൾ എല്ലാ എഡ്യൂക്കേഷണൽ വീഡിയോസും ഇടും. എന്റെ സ്റ്റുഡൻസിന്റെ ടീമും ഇടാറുണ്ട്, ഇപ്പൊ എന്റെ മകളും ഇടാറുണ്ട്. അതിൽ നോക്കിയാൽ എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. അവർ വളരെ രസകരമായ വീഡിയോസ് ഉണ്ടാക്കി മറ്റുള്ളവരെ എല്ലാം ബോധവൽക്കരിക്കുന്നുണ്ട്. ഇത് നിർമ്മാണശാലയിൽ എത്ര സമയത്തിൽ നിർമ്മിക്കാൻ പറ്റും? ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ അട്രാക്ഷൻ ഓൺലി, പെർ മന്ത് ഞങ്ങൾ 50 to 100 ഉണ്ടാക്കുന്നുണ്ട്. സർ, നമുക്ക് ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഈ ഉൽപ്പന്നത്തിൽ താല്പര്യമുണ്ടോ ഇല്ലയോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. %67 ആളുകൾ ചിന്തിക്കുന്നത് ഇതിന്റെ ആവശ്യമുണ്ട് എന്നാണ്. സോ ടൈറ്റൻസ് പറയൂ, നിങ്ങൾ ഇവരുടെ ശക്തമായ ജൈവ വിപ്ലവവുമായി കൈകോർക്കാൻ തയ്യാറാണോ? എനിക്ക് ഉറപ്പായും നിങ്ങളുടെ ഈ മെഷീൻ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഉപഭോക്താവിനെ കേന്ദ്രീകരിച്ചാണ്. ഇതെനിക്ക് ഉപഭോക്തൃ കേന്ദ്രീകൃതമായി തോന്നുന്നില്ല. ഈ കാരണം കൊണ്ട് ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയാണ്. ഇതിലൊത്തുചേരാൻ ഞാനിപ്പോൾ ഇല്ല. ഞാനിപ്പോഴും മേഡത്തെ പ്രേരിപ്പിക്കുകയാണ്. അതായത് ഇതിന് മുൻപുള്ള ഉൽപ്പന്നത്തിൽ നവീകരണം കൊണ്ടുവരാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു 100% സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ആവും. അതായത് പറ്റും, തീർച്ചയായും പറ്റും. മേഡം ഇതുമായിട്ട് ഇവിടെ വീണ്ടും വരാൻ ഞാൻ കാത്തിരിക്കും. എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാനും. മാത്രമല്ല ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കളുടെയും ഇടയിൽ
ഇത് ഗ്രോസ് മാർക്കറ്റിംഗ് ചെയ്യാനും. പക്ഷേ ഞാൻ പറഞ്ഞ ആ നവീകരണമില്ലാതെ ഈ ഉൽപ്പന്നം 100% സക്സസ് ആവുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോ ഇന്ന് നിങ്ങൾ കൈ കോർക്കുന്നില്ല? ഇല്ല, ഇന്ന് തീർച്ചയായിട്ടും ഇല്ല. അർജുൻ, താങ്കൾ പറയും. എനിക്കിതിൽ 2 പ്രശ്നങ്ങളാണ് കാണാൻ പറ്റിയത്. മാസ് അഡോപ്ഷനിൽ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. സ്കെയിൽ അപ്പ് ചെയ്യുമ്പോൾ ആ പ്രശ്നം സോൾവ് ആയിക്കോളും. ബോംബെയിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് കുറച്ച് വലുതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് എനിക്ക് കൈതരാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. സന്ദേശ് സാർ, താങ്കൾ? നിങ്ങളുടെ കൂടെ എനിക്കിന്ന് ചേരാൻ സാധിക്കില്ല. ശൈലി, ഇനി നിങ്ങളുടെ അഭിപ്രായം പറയൂ. I would like to invest 25 lakhs. നിങ്ങൾ ഇതിൽ 2% എനിക്ക് തരികയാണെങ്കിൽ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ ഒരു മെഷീൻ വാങ്ങും. ദാറ്റ് ഐ ആം വെരി ക്ലിയർ അബൌട്ട്. ഇൻവെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരു മെഷീൻ മേടിക്കും കേട്ടോ. കണ്ടോ? Yes. നിങ്ങൾ കേട്ടല്ലോ? തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ ഒരു 5 customer ആണ് കേട്ടോ. കസ്റ്റമേഴ്സ് ഇപ്പൊ തന്നെ നിങ്ങൾ ഉണ്ട്. equity തരാതെ തന്നെ നിങ്ങളുടെ മെഷീൻ ഞാൻ വാങ്ങും. ഡോക്ടർ സിംഗിന് നിങ്ങൾ പറയൂ, നിങ്ങൾ ശൈലിയുമായിട്ട് കൈ കോർക്കാൻ തയ്യാറാണോ അല്ലയോ? എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. ഉറപ്പായും ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഡീലാണ് മാഡം. അല്ല, അതല്ല, എന്റെ ഈ മാനുഫാക്ചറിങ് വളരെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. എനിക്ക് ഇക്വിറ്റി സംരക്ഷിക്കണം. ഒരു സ്ഥാപകന് ആവശ്യമായ ഗുണമാണത്. വെരി ഗുഡ്. ഈ പ്രോഡക്റ്റിൽ ഞാൻ കൺവിൻസ് ആയിരിക്കുന്നു. എവിടെയാണെങ്കിലും ഹിമാചൽ, ഉത്തരാഖണ്ഡ്, പുന്നൂർ, ഓരോ വീട്ടിലും നിയമപ്രകാരം ഇത് തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റർ ഓൾവേസ് ലുക്സ് ഫോർ എക്സിറ്റ്. അവർ എക്സിറ്റ് ആവുമ്പോൾ നിങ്ങൾക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക. അത് 1% ആയാലും 2% ആയാലും. മനസ്സിലായോ? Okay, let's go. വെൽക്കം ബാക്ക് ഡോക്ടർ സിംഗ്. താങ്ക് യു. നിങ്ങൾ എന്ത് തീരുമാനിച്ചെന്ന് പറയൂ. എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ആവശ്യമുണ്ട്. കാരണം ഇത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. ഇത് നിങ്ങൾക്ക് 25 ലക്ഷത്തിന് 1% എന്ന് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാനൊരു ലാസ്റ്റ് ഓഫർ തരാൻ ഉദ്ദേശിക്കുന്നു. അതായത് 1.5% ഫോർ 25 lakhs. ഈ ഓഫറുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ ഞാൻ റെസ്പെക്ട് ചെയ്യും. കാരണം ഒരു ഫൗണ്ടറിന്റെ വ്യത്യസ്തമായ ചാലഞ്ചസിനെ കുറിച്ച് എനിക്കറിയാം. നിങ്ങൾ കൈകോർക്കാൻ തയ്യാറാണോ? ഇവരുടെ ഓഫറുമായി നിങ്ങൾ ഒരു കൈകോർക്കാൻ ടൈറ്റിനോട് തയ്യാറാണോ? വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. വെരി ഗുഡ്, വരൂ. അപ്പൊ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൂ. ഡീൽ ഈസ് ഡൺ. 25 ലക്ഷം 1.5%. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഐ വിഷ് യു ഓൾ സക്സസ്. ഓക്കെ. നിങ്ങൾ ആരുടെ കൂടെയാണോ പുറത്തു പോയി ഡിസ്കസ് ചെയ്തത് അവരെയും നമുക്ക് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. ഇതെന്റെ മൂത്ത ചേട്ടനാണ്. എന്റെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് പാർട്ട്ണർ. ഡിസൈൻ മുതൽ ഇപ്പോൾ ഉള്ളത് വരെ നിർമ്മിച്ചിരിക്കുന്നത് ഇവരുടെ കമ്പനിയിലാണ്. ആ കമ്പനി പൂനെയിലാണുള്ളത്. ഇതെന്റെ മകൾ ഇഷിത സിംഗ്. നിങ്ങൾ ഈ ലോഗോ കാണുന്നില്ലേ? ഇത് ഇവൾ ഡിസൈൻ ചെയ്തതാണ്. ഓ, വെരി നൈസ്. ഇഷിത, എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ അമ്മ ഒരു വലിയ കണ്ടുപിടുത്തം തന്നെ നടത്തിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ വേണം, ഒരു ഹീറോ വേണം. അതെനിക്ക് വീട്ടിൽ തന്നെയുണ്ട് എന്റെ അമ്മ. താങ്ക് യു. നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. Thank you. കൺഗ്രാജുലേഷൻ.